അവര് കൊടുത്തതാണ്. തീർച്ചയായിട്ടും അവളത് കഴിക്കില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇതിന് നീതി കണ്ടെത്തണം സാറ്. എന്റെ മകൾ അത് ചെയ്യില്ല. തീർച്ചയായിട്ടും അത് അവള് ചെയ്യില്ല. അവനെ കൊന്നതാണ്. അല്ലാണ്ട് അവൾക്ക് മാർക്കിന്റെ പ്രശ്നമില്ലവേ ഇല്ല. എന്റെ അനിയത്തിന്റെ മകളുടെ പറഞ്ഞു. കരയാറാണ് പതിവ്. ഞങ്ങളുടെ അവിടെ വന്നിട്ട് അമ്മായിമ്മ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എപ്പോഴും കരയും. എന്നിട്ട് ഞങ്ങൾ പറയും ഡി കുഴപ്പമില്ലടി ശരിയാവും പോകെ പോകെ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഞാൻ ശീലമായിക്കോളും എന്നൊക്കെ ഞങ്ങൾ. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാനൊരു വാർത്ത കണ്ടു. ഒരു ഉമ്മയുടെ നെഞ്ച് തകർന്നൊരു കരച്ചില്. ആ ഉമ്മ പറയുന്നത് ഇവരുടെ മകള് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടൊരു വിഷയമാണ്. തൻ്റെ മകൾ അങ്ങനെ മരണപ്പെടില്ല, ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, മരണവിവരം കൃത്യമായിട്ട് അറിയിച്ചില്ല എന്നൊക്കെയാണ് ഈ ഉമ്മ സങ്കടപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ അസ്ന എന്ന് പേരുള്ള 20 വയസ്സുള്ള ഒരു പെൺകുട്ടി, കല്യാണം കഴിഞ്ഞ് കുറച്ചായിട്ടുള്ള +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി ഈ അമ്മായിമ്മ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നീ സ്കൂളിൽ പോയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ മനോവിഷമത്താൽ എന്തോ കഴിച്ചു, അങ്ങനെ ജീവനൊടുക്കി എന്നുള്ളതാണ് നമ്മൾ മുമ്പൊക്കെ വാർത്തയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ ഉമ്മ പറയുന്നത് ഈ വിവരം ഞങ്ങൾ അറിയിക്കാൻ വൈകിയിട്ടുണ്ട്, ഇതൊന്നുമല്ല കാരണങ്ങൾ, മറ്റു പല കാരണങ്ങളാണ്. ഇവർ മരണശേഷം +2 മാർക്ക് കുറയുന്നുള്ള പേടിയിൽ ചെയ്തതാണ്, അല്ലെങ്കിൽ ഞങ്ങളൊന്നും അവരെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഭർത്താവിൻ്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇത് മുഴുവൻ കള്ളമാണ് എന്നാണ് ഈ ഉമ്മ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറയുന്നത്. അവര് കൊടുത്തതാണ്. തീർച്ചയായിട്ടും അവളത് കഴിക്കില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ഇതിന് നീതി കണ്ടെത്തണം സാറ്. എന്റെ മകൾ അത് ചെയ്യില്ല. തീർച്ചയായിട്ടും അത് അവള് ചെയ്യില്ല. ആലത്തൂർ ഇരട്ടക്കുളം സ്വദേശി അബ്ദുറഹ്മാനുമായി 1 വർഷം മുമ്പാണ് അസ്നയുടെ വിവാഹം നടന്നത്. സ്കൂളിൽ ചേർക്കാൻ വൈകിയതിനാൽ 20-ാം വയസ്സിലും അസ്ന +2 പഠനം തുടരുകയായിരുന്നു. ഭർത്താവും വീട്ടുകാരും ചേർന്ന് കഠിന ജോലികൾ ചെയ്യിച്ചും പരിഹസിച്ചും വഴക്കു പറഞ്ഞും ഏക മകളായ അസ്നയെ നിരന്തരം ചൂഷണം ചെയ്തതാണ് മാതാപിതാക്കളുടെ പരാതി. അതാ ചെയ്തിരിക്കുന്നത്. ഈ അവളുടെ ഗ്രാഹ്യ പീഡനം അത് തന്നെ മെയിൻ കാരണം. അമ്മായിമ്മ സഹിക്കവയ്യാതെ അസ്ന വീട് വിട്ടിറങ്ങിയെന്നും എന്നാൽ പിന്നാലെ എത്തിയ ഭർത്താവ് അബ്ദുറഹ്മാൻ തിരികെ കൂട്ടിക്കൊണ്ടുപോയെന്നും കുടുംബം പറയുന്നു. എലിവിഷം ഉള്ളിൽ ചെന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭർത്തൃ വീട്ടുകാർ മറച്ചുവെച്ചെന്ന് ആരോപണം. ശരിക്കും അവനെ കൊന്നതാണ്. അല്ലാണ്ട് അവൾക്ക് മാർക്കിന്റെ പ്രശ്നമില്ലവേ ഇല്ല. എന്റെ അനിയത്തിന്റെ മകളുടെ പറഞ്ഞു. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമെന്ന പേടിയിൽ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ ഭർത്തൃ വീട്ടുകാരുടെ ശ്രമമുണ്ടെന്നും അസ്നയുടെ കുടുംബം പറയുന്നു. ആ കുട്ടി മരിക്കണ മുമ്പ് തന്നെ ഇവൻ ബാത്റൂമിൽ പോയിട്ട് മൊഴി എടുത്തിരിക്കുകയാണ്. കുട്ടീന്റെ മൊഴിയൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടി പേടിച്ചിട്ടാണ് ഈ മരിക്കണ സമയത്ത് ഒന്നുമില്ല. ആ കുട്ടി മരിക്കുന്ന പ്രതീക്ഷയില്ലല്ലോ. എപ്പോഴും കരയാറാണ് പതിവ്. ഞങ്ങളുടെ അവിടെ വന്നിട്ട് അമ്മായിമ്മ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എപ്പോഴും കരയും. എന്നിട്ട് ഞങ്ങൾ പറയും ഡി കുഴപ്പമില്ലടി ശരിയാവും പോകെ പോകെ ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഞാൻ ശീലമായിക്കോളും എന്നൊക്കെ ഞങ്ങൾ പറയും. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ആലത്തൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ഭർത്തൃ കുടുംബത്തിനെതിരെ പരാതി നൽകി കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടാനാണ് അസ്നയുടെ കുടുംബത്തിന്റെ തീരുമാനം. അപ്പൊ ഈ അസ്നയുടെ വീട്ടുകാർ, ഉമ്മ ഉപ്പ സഹോദരിമാരൊക്കെ പറയുന്നതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വലിയൊരു ദുരിതം ഈ പെൺകുട്ടിയോട് അനുഭവിച്ചിരുന്നു. സ്കൂളിൽ ചേർക്കാൻ വൈകിയത് കൊണ്ടാണ് 20-ാമത്തെ വയസ്സിലും അവർക്ക് +2 പോകേണ്ടി വന്നത്. ഇതിന്റെ മറുഭാഗം എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അവർ നടപടി എടുക്കട്ടെ. പിന്നെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് അയച്ചൊരു പെൺകുട്ടിക്ക് വീട്ടിൽ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? എൻ്റെ കൗൺസിലിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാണ്, നമ്മൾ കല്യാണം കഴിപ്പിച്ച് അയച്ചൊരു പെൺകുട്ടിക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അപ്പോൾ നമ്മുടെ ഒരു പെൺകുട്ടി നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരൊന്നും ചോദിക്കണ്ട, എന്താണ് വിഷയങ്ങളൊന്നും അറിയണ്ട. നമ്മൾ അവരെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുക, വീട്ടിൽ സേഫാക്കിയിരിക്കുക. അതിനുശേഷം അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം. 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്ന്, ഈ പെൺകുട്ടി ഇല്ലാ കഥകൾ പറയാം. അതായത് തൻ്റെ ഭാഗം മാത്രം ന്യായീകരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും അമ്മായിമ്മയുടെയും ഭർത്താവിൻ്റെയും ഉപ്പാടെയൊക്കെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ കേൾക്കാം. അവൾക്ക് ആദ്യം തോന്നണം താൻ ഇവിടെ സേഫാണ് തോന്നണം. എന്നിട്ട് അവളെ കൃത്യമായിട്ടൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാം. കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് പലതും വ്യാജമായിരിക്കും. എന്തായാലും നിങ്ങൾ കേട്ട ബാധി കേൾക്കാത്ത ബാധി, ഭാര്യ വീട്ടുകാരിത് കേട്ടിട്ട് മോളെ അതൊക്കെ സഹിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ അത് കേട്ടപാട് ഭർത്താവിൻ്റെ വീട്ടുകാരെയോ ഭർത്താവിൻ്റെയും മെക്കെട്ട് കയറല്ല വേണ്ടത്. ഈ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നുകിൽ ഭർത്താവിൻ്റെ മെക്കെട്ട് കയറും, ഭർത്താവിൻ്റെ വീട്ടുകാർ തെറി പറയും, അങ്ങനെ ആ ബന്ധം വഷളാവും. അല്ലെങ്കിൽ ഈ പെണ്ണ് പറഞ്ഞതൊക്കെ കേട്ട് ഇതിൽ കൂടെ വിട്ടിട്ടതൊക്കെ സഹിക്കേണ്ടതാണ്, പെണ്ണുങ്ങളൊക്കെ ഭൂമിയോളം താഴണമെന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് വിട്ട് വീണ്ടും ആ ഒരു ദുരിതത്തിലേക്ക് പറഞ്ഞേക്കും. ഇത് 2-നും പകരം നിങ്ങൾ അവരൊരു പ്രോപ്പർ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് അവർ വിഷയം എന്താണെന്ന് 1-2 സിറ്റിങ്ങൊക്കെ കേൾക്കുമ്പോഴാണ് കൃത്യമായിട്ട് കൗൺസിലർക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. അപ്പോൾ കൗൺസിലർ വീട്ടുകാരോട് പറയും വിഷയം ഇന്നതാണ്, അവളുടെ ഭാഗത്തും തെറ്റുണ്ട്, അവൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അമ്മായിമ്മയായിരിക്കും പ്രശ്നക്കാരുണ്ടാവുക. അപ്പോൾ എന്താണെന്നൊരു കൗൺസിലറുടെ സഹായത്തോടെ ചോദിച്ചറിഞ്ഞിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.
ഇനി ഈ ഒരു പെൺകുട്ടി ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞു, ഭർത്താവിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. നമുക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ കഴിയുമല്ലോ. കൗൺസിലർ പറയണം നീ ഒരു ഹസ്ബൻഡ് ഒന്ന് കാണണമെന്ന് കൗൺസിലർ പറഞ്ഞാൽ അത് ഭാര്യ വീട്ടുകാരും ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ഭർത്താക്കന്മാരും വന്നേക്കാം. മേ ബി ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹമുണ്ട്, ആ ഭാര്യയുടെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല ഭർത്താവ് റോങ് ആണെന്നുണ്ടെങ്കിൽ വന്നോളന്നില്ല. അപ്പോൾ നമ്മൾ വിളിക്കണ വിളിയൊക്കെ എന്ത് ചെയ്യണം, വളരെ പ്രോപ്പർ, നല്ല സോഫ്റ്റ് ആയിരിക്കണം, നല്ല സ്നേഹത്തോടെ ആയിരിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇത്തരം ഒരു ക്രൈസിസ് നമ്മുടെ വീട്ടിൽ വന്നാൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും നമ്മുടെ മക്കളെ 22 വയസ്സ് കഴിഞ്ഞല്ലാതെ വിവാഹത്തിലേക്ക് തള്ളി വിടരുത്. നിർഭാഗ്യകരം, മുസ്ലിങ്ങളിലുള്ള ഒരു നല്ലൊരു വിഭാഗം ആളുകളും +1 ആകുമ്പോൾ തന്നെ വിവാഹത്തിലേക്ക് കടക്കുന്നവരുണ്ട്. ഒരു നിശ്ചയം കഴിച്ചിടും. എന്തിനാണ് നിങ്ങൾ ഈ പഠിക്കുന്ന മക്കളെ, കഥയില്ലാത്ത മക്കൾ ഇതിലേക്ക് പറഞ്ഞു വിടുന്നത്? അവർ പഠിക്കട്ടെ, സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവട്ടെ, എന്നിട്ട് അവർ വിവാഹത്തിന് ഏബിൾ ആണെങ്കിൽ അപ്പോൾ കാര്യങ്ങൾ നോക്കിയാൽ പോരെ. അപ്പം ഇങ്ങനെ ഒരു ഭർത്താവ് ഇങ്ങനത്തെ ഒരാളാണ്, ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ഇത് കഴിച്ചിട്ട് ജീവനൊടുക്കലാണ് എന്നൊക്കെ കരുതാൻ മാത്രം പക്വതക്കുറവുള്ള കുട്ടികളായിട്ടല്ലേ. പിന്നെ കരഞ്ഞിട്ട് എന്താ പ്രയോജനമുള്ളത്? ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിയാവില്ല. ഭാര്യ മരിച്ചാൽ ഞാനും ഉത്തരവാദിയുമല്ല. കുറച്ച് ദിവസം പത്രങ്ങളിൽ വാർത്ത വരുന്നല്ലാതെ ഇതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പം നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഫുള്ളായിട്ട് നിങ്ങൾ അപ്പടി വിഴുങ്ങണ്ട. എല്ലാ പെൺകുട്ടികളും അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് മാത്രമേ പറയാ. പിന്നെ ചില പെൺകുട്ടികളുണ്ട് ഒന്നും പറയില്ല, വീട്ടിലൊന്നും പറയില്ല. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വീട്ടിൽ പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു പെൺകുട്ടി വീട്ടിൽ എന്ത് പ്രശ്നം പറയുമ്പോഴും പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നൊരു ഉമ്മയും ഉപ്പയും വീട്ടിൽ ഉണ്ടായതുകൊണ്ടാണ്. ചില പെൺകുട്ടികൾ വീട്ടിൽ ഇനി ഉമ്മ ഇത്രയും ഇടങ്ങറായിട്ട് എൻ്റെ കല്യാണം കഴിപ്പിച്ച് അയച്ച സ്വർണ്ണത്തിനൊക്കെ കുറേ ബുദ്ധിമുട്ടി, ഇനി എന്തിനാ ഞാൻ വാപ്പാനെ ഇടങ്ങറാക്കണേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമങ്ങൾ കൊണ്ടിരുത്തണ്ട. നിങ്ങൾ ആരോടെങ്കിലും ഇതൊക്കെ പറയും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്ക്. ലോകത്ത് ചില പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവില്ല. ഇക്കിൻ്റെ ഉപ്പാനെ മാറ്റി വേറൊപ്പ വേണമെന്ന് പറഞ്ഞാൽ അതിന് പരിഹാരങ്ങളൊന്നുമില്ല. എനിക്കെൻ്റെ ഉമ്മ മാറ്റി വേറെ ഉമ്മ മാറ്റണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിമോട്ട് ഉപയോഗിച്ച് മാറ്റാവുന്ന ഒരു സാധനമല്ല. പക്ഷേ എനിക്കെൻ്റെ വീട് മാറാം, ജോലി മാറാം, എൻ്റെ ഡ്രസ്സ് മാറാം, എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാം. ഇങ്ങനെ മാറ്റാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളിൽ നല്ലൊരു പങ്കും എന്താണ്, നമുക്ക് പരിഹരിച്ച് മാറ്റാവുന്ന പ്രശ്നങ്ങളാണ്. അതിൽപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ വിവാഹത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, ദാമ്പത്യ പ്രശ്നങ്ങൾ. ആ ദാമ്പത്യ പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നൊരു രീതി പോലെ ഇരിക്കും അതിൻ്റെ വിജയം. ചില സ്ത്രീകളുണ്ടങ്ങനെ, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കൂല, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ എല്ലാ കുറ്റങ്ങളും കണ്ടെത്താം. ഈ വാപ്പിയും ഇതിന് സപ്പോർട്ട് ചെയ്യും. ഇത് ഒന്നിച്ചു പോകേണ്ടതാണെങ്കിൽ ഒന്നിച്ചു പോവുക. അതല്ല ഡിവോഴ്സാണ് മെച്ചമെങ്കിൽ അത് ചെയ്യുക. എന്നപ്പോൾ ലോകത്ത് ആദ്യം ഡിവോഴ്സ് ചെയ്യുന്നവരാണോ? ഇഷ്ടം പോലെ ആളുകൾ ചെയ്യുന്നില്ലേ? നമ്മൾ സമാധാനം, മനസ്സമാധാനം, സന്തോഷം നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. പലപ്പോഴും പല ആൾക്കാരും പ്രശ്നങ്ങളെ വഷളാക്കുക ചെയ്യുക. എന്തായാലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, സ്വന്തം മകളെ സുരക്ഷിതമായി വീട്ടിലാക്കുക. അവർ പറയുന്നതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കേൾക്കുക. നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാതിരിക്കുക. എന്നൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പ്രശ്നത്തിന് പരിഹാരം പരമാവധി ആ രീതിയിൽ കാണാൻ ശ്രമിക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബക്കാരിടപെട്ട് ചർച്ചക്കാരായിട്ട് പോയിട്ട് തമ്മിൽ രണ്ട് കുടുംബക്കാർ ഇഷ്യൂസ് ഉണ്ടാക്കാതെ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാനുള്ളത് 98% കേസുകൾ നന്നായി വരാറുണ്ട്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.